ഹലോ, എന്നത്തെയും പോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കൊളുത്തിയിട്ട് നമ്മുടെ തലേ ദിവസമായിട്ട് പൂക്കളൊക്കെ വാരിക്കളയാണ്. ഇന്നപ്പം ഉത്രാടാണ്. ഇനിയിപ്പോൾ ഒരു ദിവസം കൂടിയുള്ളൂ ഓണത്തിന്. എല്ലാവരും ഒന്ന് ഉത്രാടപ്പാച്ചിലായിരിക്കും. പച്ചക്കറി, പൂവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ലാസ്റ്റത്തെ ഒരു ഓണത്തിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റത്തെ പടിയായിട്ടുള്ള ഒരുക്കങ്ങളിലായിരിക്കും എല്ലാവരും. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഉത്രാട ദിനാശംസകൾ നേരുന്നു. അപ്പോൾ പൂക്കളൊക്കെ പറിച്ചിട്ട് ഞാൻ വരികയാണ്. വഴിയിൽ അച്ഛൻ വണ്ടി കഴുകുന്നതിന്റെ പരിപാടിയിലൊക്കെയാണ്. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. പൂക്കളൊക്കെ കുടഞ്ഞിട്ടുണ്ട്. ഇന്ന് കാര്യമായിട്ട് കുറച്ച് പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ട് തെച്ചിപ്പൂ കിട്ടിയിട്ടുണ്ട്. നടുക്ക് ഞാനൊരു വയലറ്റ് കളർ ഓർക്കിഡ് പൂ വെച്ചിട്ടുണ്ട്. പിന്നെ ചുറ്റിലും ഓറഞ്ച് കളർ ബന്ദിപ്പൂവാണ് വെക്കുന്നത്. ഞാൻ 2 ദിവസം അത്തപ്പൂക്കളത്തിന്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് കമന്റ് വരുന്നുണ്ടായിരുന്നു, അത്തപ്പൂക്കളം ഇടുന്നത് ഫുള്ളായിട്ട് വീഡിയോ ഇടാവൂന്ന്. അപ്പൊ ഞാൻ ഇന്ന് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങ് 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അതിൽ കൂടുതലായ വീഡിയോയിലോട്ടാണ് പോകുന്നത്. ഷോർട്സ് ആയിട്ട് എനിക്ക് പോകുന്നില്ല. 2 ദിവസമായിട്ടുള്ള കുഴപ്പം അതാണ്. അതുകൊണ്ടാണ് വീഡിയോ കുറച്ചായിട്ട് എടുക്കുന്നത്. രണ്ടാമത് ഞാൻ ഒരു വെള്ള കളറ്, ഒരു നമ്പ്യാർ വട്ടത്തിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഒരു പൂവാണ്, അതാണ് വെച്ചേക്കുന്നത്. 3ാമത്തെ ലെയറിൽ നമ്മുടെ കോളാമ്പി പൂ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അതിന്റെ ഇതള് ഇളക്കിയെടുത്തിട്ട് അതും ഇങ്ങനെ ചുറ്റിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് തെച്ചിപ്പൂ കിട്ടിയത് കൊണ്ട് അത് കുറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡിസൈൻ ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചത് നമ്പ്യാർവട്ടം പൂ തന്നെയാണ്. അത് ഏറ്റവും ലാസ്റ്റ് കുറച്ച് വെച്ചിട്ടുണ്ട്. അത്ത ഇട്ട് കുറേ നേരം സമയം പോയതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് ഇന്ന് നിറച്ചിട്ടില്ല അത്തക്കളം. സാധാരണ അത്തക്കളം നിറയെ പൂക്കൾ ഉണ്ടാവും. ഇന്ന് ഞാൻ അധികം നിറച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അതേ തെച്ചിപ്പൂ വെക്കാനായിട്ട് ചെറുതായിട്ട് പൂക്കൾ പോലെ ഇങ്ങനെ അതിന്റെ ഒരു കളം ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പം ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത്. എന്നിട്ട് ചുറ്റിലും നമ്പ്യാർവട്ടം വെക്കാന്നാണ് കരുതിയത്. പക്ഷെ നമ്പ്യാർവട്ടം ഞാൻ ഫുള്ള് വെച്ചിട്ടില്ല കേട്ടോ. കുറേച്ചേ വെച്ചിട്ടുള്ളൂ. കാരണം ഇന്ന് അമ്മയ്ക്ക് ഒരിടമായിട്ട് പോകണമായിരുന്നു. അപ്പോൾ രാവിലത്തെ പരിപാടി ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഞാൻ വേഗം തന്നെ ഒരുക്കിയിട്ട് എഴുന്നേക്കാന്ന് കരുതി. ഇനിയിപ്പൊ നാളെ ഇതിലും നേരത്തെ എഴുന്നേക്കണം, എന്നാലേ അത്തമൊക്കെ ഇട്ട് സദ്യയൊക്കെ ഒരുക്കണ്ട്. ഞങ്ങളിവിടെ ഉത്രാടത്തിന്റെ അന്ന് അച്ചാറൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു കുഞ്ഞു ഷോർട്സും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ തെറ്റിയുടെ നടുക്കായിട്ട് കുറച്ച് ചെമ്പരത്തി ഇതളുകളും കൂടെ വെച്ചിട്ടുണ്ട്. അത്തപ്പൂക്കളം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.